സ്നേഹപിതാവായ ദൈവമേ, ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചന സത്യവും സാക്ഷ്യവും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യോഹന്നാൻ 7:37 തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവനിൽ നിന്നൊഴുകും. അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവ് അതുവരെയും ആർക്കും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇത് വചനം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമായി തന്നെ ഈ പരിപാവനമായ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെയൊരു സാക്ഷ്യം പറയുവാൻ ഈശോ ഒരുക്കിയ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിന് അവസരം തന്ന തോമസ് അച്ഛനെയും ഇൻഡാച്ചനെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജെസ്സി, ജീവിത പങ്കാളി ജോയൽ. ഞങ്ങൾക്ക് 2 മക്കൾ, തോമസ്, ജോഷുവ. ഞങ്ങൾ കുടുംബസമേതം UK താമസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 31 വർഷമായി. വിവാഹത്തിന് മുൻപ് തന്നെ ഞങ്ങൾ 2 പേരും നവീകരണത്തിൽ വന്നവരായിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞിനെ കൺസീവ് ചെയ്തത്. ആ കുഞ്ഞ് 5-ാം മാസം വയറ്റിൽ കിടന്ന് മരിച്ചുപോയി. അതൊരു പെൺകുട്ടിയായിരുന്നു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൺസീവ് ചെയ്തു. ആ 9 മാസവും ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആ സമയങ്ങളിലെല്ലാം 3 നേരം വയറ്റിൽ കൈവച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിക്കുകയും ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. തന്നെയുമല്ല, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും നിന്റെ വചനത്തിൻ്റെ സൗന്ദര്യവുമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. വചനത്തിന് സൗന്ദര്യമുണ്ടോ? യേശയ്യ 53:2 പറയുന്നു, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. 2000 ഫെബ്രുവരി 15 കുഞ്ഞ് ജനിച്ചു. കുഞ്ഞുണ്ടായപ്പോൾ 2 ചെവിയില്ല, ചുണ്ടില്ല, അണ്ണാക്കില്ല. 1 മണിക്കൂർ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പെട്ടെന്ന് വീട്ടുമാമോദീസായും രോഗിലേപനവും നൽകി അവന് തോമസ് എന്ന പേരിട്ട് എറണാകുളത്തുള്ള PVS ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി റൂമിലായിരുന്ന എൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു. ഒരു ടോർച്ച് അടിച്ച് പിടിച്ചാൽ എന്ന വിധം ഈ കുഞ്ഞിൻ്റെ ചെവിയും ചുണ്ടും ഞാൻ വ്യക്തമായി കണ്ടു. അപ്പോൾ ഞാനൊരു ദൈവ സ്വരം കേട്ടു. ഫിലിപ്പിയർ 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്തെങ്കിലും അവന് കാര്യമായ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഫീഡിങ് ആയിരുന്നു വിഷയം. 8-ാം മാസം അവൻ്റെ ചുണ്ടും 15-ാം മാസം അവൻ്റെ അണ്ണാക്കും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ 2001 ദൈവം അത്ഭുതകരമായി ഞങ്ങളെ UK കൊണ്ടിരുന്നു. 2 മക്കളായ 6:16 പറയുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവെടിയുന്നില്ല. അങ്ങനെ UK ചെന്നതിന് ശേഷം
തോമസിന് വീണ്ടും ചുണ്ടും അണ്ണാക്കും റിപ്പയർ ചെയ്തു. ചെവിയില്ലാത്തത് കൊണ്ട് കേൾവിയില്ല, കേൾവിയില്ലാത്തത് കൊണ്ട് സംസാരമില്ല, ഇത് രണ്ടുമില്ലാത്തത് കൊണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി. അങ്ങനെ ഇരിക്കെ തോമസിന് 7 വയസ്സിൽ ബോൺ അറ്റാച്ച്ഡ് ഹിയറിംഗ് എയ്ഡ് പിടിപ്പിക്കുകയും അവൻ പതുക്കെ കേൾക്കാൻ ആരംഭിക്കുകയും ചെറിയ വാക്കുകൾ പറയാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2005 ദൈവം ഞങ്ങൾക്ക് ദാനമായി മറ്റൊരു മകനെ നൽകി അനുഗ്രഹിച്ചു. അവനാണ് ഞങ്ങളുടെ 2ാമത്തെ മകൻ ജോഷുവ. കുഞ്ഞുണ്ടായപ്പോൾ കാഴ്ചയിൽ നല്ല മിടുമിടുക്കൻ. എല്ലാവരും പറഞ്ഞു ഒന്നിൻ്റെ കേട് ഒന്നിൽ തീർത്തു. 2 വയസ്സായി കൊച്ചു സംസാരിക്കുന്നില്ല, നേരെ നോക്കുന്നില്ല, ഒരു സോഷ്യലൈസേഷനും ഇല്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അവരുടെ പരിശോധനയിൽ ഈ കുഞ്ഞിന് ഓട്ടിസമാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അന്ന് വരെ ഓട്ടിസത്തെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. വിശ്വാസം ശരിക്കും പരീക്ഷിക്കപ്പെട്ട സമയം. എല്ലാം തഴകിൽ മറിയുന്ന അനുഭവം. വിലാപം 3:33 പറയുന്നു, അവിടുന്ന് മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ജർമ്മയ 10:23 മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും. അങ്ങനെ ഡയഗ്നോസ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ പ്രഭാതത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 3 മണിക്ക് എഴുന്നേറ്റ് ജപമാലയിൽ 20 വചനവും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. വിലാപം 2:18 പറയുന്നു, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകുകയുമരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. അങ്ങനെ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് പോയാൽ 5 മണിയായാലും എൻ്റെ കണ്ണിൽ നിന്ന് അന്ന് കണ്ണുനീര് തോർന്നിരുന്നില്ല. പക്ഷേ അതൊരിക്കലും ഒരു നിരാശയുടെ കരച്ചിലായിരുന്നില്ല. അതൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ. 2 മക്കൾ, ലേണിംഗ് ഡിസബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഹിയറിംഗ്, സ്പീച്ച്, ലാംഗ്വേജ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റി. കർത്താവെ, നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ കരച്ചിലായിരുന്നു. സാവധാനം പരിശുദ്ധ അമ്മ കരം പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിന് വേറെയും ഒരു കാരണമുണ്ട്. ഞങ്ങൾക്ക് മക്കളില്ലാതിരുന്ന സമയം ഞങ്ങൾ പല താമസിച്ചുള്ള ധ്യാനങ്ങൾക്കും പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ധ്യാനത്തിൽ വെച്ച് കൗൺസിലിങ്ങിന് പോകാനിടയായി. അപ്പോൾ അതൊരു ചേച്ചിയായിരുന്നു. ചേച്ചി ചോദിച്ചു, പേരെന്താണ്? ഞാൻ പറഞ്ഞു ജെസ്സി എന്നാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മാതാവ് ജെസ്സിയോടൊരു ചോദ്യം ചോദിക്കുന്നു, സ്വീകരിക്കാമോ? ഞാൻ പറഞ്ഞു സ്വീകരിക്കാം. മാതാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ പുത്രനെ വഹിച്ചുകൊണ്ട് നടന്ന യാത്രയുടെ സഹനത്തിൻ്റെ ഒരൽപ്പം പങ്ക് ജെസ്സിക്കെടുക്കാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു എടുക്കാം. പിന്നീടുള്ള ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള എല്ലാ അവസരങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു കരം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇരിക്കെ 2008 ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ UK വന്നു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി. 2 മക്കളും ആ സമയം നല്ല ഹൈപ്പർ ആക്റ്റീവായിരുന്നു. അപ്പോൾ 2 പേരും ഓരോ കുഞ്ഞുങ്ങളെ അടുക്കി പിടിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് 2 വിശുദ്ധന്മാരെ ലഭിച്ചാൽ എന്നതുപോലെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അച്ഛൻ തന്ന ആ ഉപദേശം ഞങ്ങൾ ഇന്നും അതുപോലെ പാലിക്കുന്നു. 2009 ബഹുമാനപ്പെട്ട നാട്യം പറമ്പിൽ അച്ഛൻ UK വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ വേദനിക്കുന്ന 1000-10,000 വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സഹനം അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. നിങ്ങളിങ്ങനെ സ്തുതിച്ച് പൊയ്ക്കൊള്ളുക. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. എന്നിട്ട് പോകാൻ തിരിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, യുവർ ടീയേഴ്സ് വിൽ ബി ടേൺഡ് ഇൻടു ജോയ്. നിന്റെ ദുഃഖം സന്തോഷമായി മാറും. പ്രൈസ് ദ ലോർഡ്. 2010 ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടാലച്ചൻ UK വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം ഒരുക്കി തന്നു. തോമസ് സ്കൂളിലെ ഡെഫ് യൂണിറ്റിലെ 1-to-1 സപ്പോർട്ട്, ജോഷുവ സ്പെഷ്യൽ സ്കൂളിൽ 1-to-1 സപ്പോർട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഷാലോം ടെലിവിഷനും ഡിവൈൻ ടെലിവിഷനും ഒക്കെ കാണുമായിരുന്നു. അതിൽ കൂടെയുള്ള പ്രസംഗങ്ങൾ വാസ്തവത്തിൽ ഈശോ സംസാരിക്കും പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ അനുദിനം ശക്തിപ്പെട്ടു. കൂടാതെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക
സഹായത്താല് അമ്മ പ്രത്യക്ഷപ്പെട്ട പുണ്യസ്ഥലങ്ങളായ മെഡ്ജുഗോറിയയിലും ഫാത്തിമയിലും ലൂർദിലും ഗാഡലുപ്പിയിലും റോസ മിസ്റ്റിക്കായാലും ദ ലേഡി ഓഫ് കെബേഗു ഇൻ ആഫ്രിക്കയിലും ദ ലേഡി ഓഫ് പില്ലർ ഇൻ സ്പെയിൻ, ദ ലേഡി ഓഫ് നോക്ക് ഇൻ അയർലൻഡ്, ഗരബന്താൻ, ഇങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ പല സ്ഥലങ്ങളിൽ കൂടെ നിരവധി പ്രാവശ്യം ഈ മക്കളെ കൊണ്ട് പോകുവാൻ അമ്മ വഴിയായി ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നൈറ്റ് വിസിൽ, കൺവെൻഷൻ, റിട്രീറ്റ് എല്ലാത്തിനും കൊണ്ടുപോകുമായിരുന്നു. എപ്പോഴെങ്കിലും വൈദികർ നാട്ടിൽ നിന്ന് UK വന്നാൽ അപ്പോഴൊക്കെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമായിരുന്നു വൈദികരുടെ കരങ്ങൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്. കാരണം പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ മെഡ്ജുഗോറിയയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഒരു മിഷണറിയെ കാണുവാനിടയായി. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മയോട് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, I will not give a blessing, but I will give you a motherly blessing. ഒരമ്മയുടെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്കൊരു സമ്പൂർണ്ണ അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങളൊരു വൈദികന്റെ അടുത്ത് പോകണം. ഒരു വൈദികൻ അനുഗ്രഹിക്കുന്നത് എൻ്റെ പുത്രൻ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, ബലിയർപ്പിക്കുന്ന ഒരു വൈദികന്റെ പിറകിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 2 സാമുവേൽ 23-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ഒരു മനുഷ്യന്റെ അന്ത്യമൊഴി നമ്മുടെ കോടതിയാണെങ്കിലും സ്വീകരിക്കും. കാരണം അന്ത്യമൊഴിയിൽ കള്ളം പറയുകയില്ലെന്നാണ് സാധാരണയുള്ള ഒരു വെയ്പ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ആരാണ് ഈ ദാവീദ്? ദൈവം ഉയർത്തിയവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുര ഗായകൻ. ഇനി ദൈവമായ കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ഹൃദയം ഞാൻ കണ്ടു. ഈ ദാവീദ് ആത്മാവിൽ നിറഞ്ഞു പ്രവചിച്ചിരിക്കുന്നു. 2 സാമുവേൽ 23-ാം അധ്യായം 6-ാം വാക്യം: ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാണ്, അതാരും കൈകൊണ്ടെടുക്കുകയില്ല. കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ അതാരും തൊടുകയില്ല, അത് നിശേഷം ചുട്ടുകളയുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എറിഞ്ഞു കളഞ്ഞ് നശിപ്പിക്കേണ്ട ഒരു മുള്ളാകാതിരിക്കാനാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ അനുവദിച്ചതെന്ന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തോമസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒന്നും അറിയത്തില്ല. 6-ലും 7-ലും 8-ലും ഒന്നും അറിയത്തില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ എടുത്തു കൊടുക്കും. ഒരു ചാപ്റ്റർ എല്ലാ ദിവസവും എഴുതും. As a result, at the end of the school year, he received an award for the outstanding improved student award. മേടിച്ചാണ് പാസ്സായത്. പ്രൈസ് ദ ലോർഡ്. തോമസിന് 9 ഓപ്പറേഷൻ കഴിഞ്ഞു. തോമസിന്റെ 2 വാരിയലെടുത്ത ചെവിയും അവന്റെ തുടയലെടുത്ത മോണയും അവന് ബോൺ അറ്റാച്ച്ഡ് ഹിയറിംഗ് എയ്ഡ് പിടിപ്പിച്ചു. ലണ്ടനിലെ 4 പ്രമുഖ ഹോസ്പിറ്റലുകളിൽ നിന്ന് തോമസിന് 9 മേജർ സർജറി കഴിഞ്ഞു. തോമസ് 5 വർഷം കോളേജിലും പഠിച്ച് ഇപ്പോൾ തോമസിന് 25 വയസ്സ് പ്രായം. തോമസ് UK-യിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഫാദർ ജോസഫ് എഡാത്തിന്റെ കൂടെ പ്രേക്ഷിതനായിട്ട് നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് വായിക്കണ വെള്ളം ഒരുമിച്ച് കയ്യിൽ വള്ളിയിൽ കെട്ടി തരാ എന്ന് നടന്ന ഒരു കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവരെ എങ്ങനെ മാറ്റിയെന്ന് പറയാനാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. Praise the Lord. നമ്മൾ വിശ്വാസത്തോടെ വചനം, when we repeat and recite the word of God with the faith, deliverance and healing takes place. നമ്മൾ വിശ്വാസത്തോടെ വചനം ഉരുടുമ്പോൾ ഡെലിവറൻസും ഹീലിംഗും ഒക്കെ നമുക്ക് ലഭിക്കും. അതാണ് തോമസിൽ കാണുന്നത്. വചനം പറയുന്നു, ജെറമിയ 23:29, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ. പുറപ്പാട് 4:11, ദൈവമായ കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യനെ സംസാരശേഷി നൽകിയത്?
ആരാണ് അവനെ മൂകനോ ബധിരനോ കുരുടനോ കാഴ്ചയുള്ളവനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. സങ്കീർത്തനം 107:20. അവിടുന്ന് തന്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിന്റെ കെണിയിൽ നിന്നും വിടുവിച്ചു. ലൂക്കാ 6:19. എല്ലാവരും അവനെ ഒന്ന് തൊടുവാൻ അവസരം പാർത്തിരുന്നു, എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവൻ സകലരെയും സുഖപ്പെടുത്തി. 2023 വേൾഡ് യൂത്ത് ഡേക്ക്, പോർച്ചുഗലിൽ നടന്ന വേൾഡ് യൂത്ത് ഡേക്ക് 12 ദിവസം പോപ്പ് ഫ്രാൻസിസിന്റെ കൂടെ തോമസ് ഞങ്ങൾ ആരുമില്ലാതെ പോയി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജോഷുവയ്ക്ക് 7 വയസ്സ് പ്രായം. അവൻ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന സമയം. അന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡൊമിനിക് വാളക്കനാൽസിന്റെ ഒരു ഡെലിവറൻസ് പ്രയർ ജോഷുവയ്ക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ കമ്മ്യൂണിക്കേഷൻ ബുക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ജോഷുവ സ്കൂളിൽ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ചോദിച്ചു, എഴുതിയ കടലാസ് ഒന്ന് തന്നുവിടാമോ? അപ്പോൾ കടലാസ് തന്നുവിട്ടു. വായിച്ചപ്പോൾ എൻ്റെ അൽഫോൻസാമ എന്ന് എഴുതിയിരിക്കുന്നു. ഈ കുഞ്ഞ് 100% ഹൈപ്പറായിരുന്നു. 1 സെക്കൻഡ് പോലും ഇരിക്കത്തില്ല. ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ടില്ല, മലയാളവും പഠിപ്പിച്ചിട്ടില്ല. പിറ്റേ ദിവസമായപ്പോൾ മലയാളം എഴുത്തുകൂടി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈശോ ഭംഗിയായി മലയാളം എഴുതാനും വായിക്കാനും 7 വയസ്സിൽ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 9 വയസ്സിലെ ജോഷുവ ബൈബിളിലോട്ട് കയറി. സ്കൂൾ വിട്ടു വന്നാൽ ബൈബിൾ വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, കോപ്പി ചെയ്യുക. അങ്ങനെ ജോഷുവ 26 ബുക്ക് വചനത്തിന്റെ എഴുതി. ഉറങ്ങാൻ നേരം ഓഡിയോ ബൈബിൾ കേട്ടേ ഉറങ്ങത്തുള്ളൂ. പാർക്കിലോ ബീച്ചിലോ ട്രെയിനോ പ്ലെയിൻ എവിടെ പോയാലും കയ്യിൽ ആ ബൈബിൾ കാണും, അത് വായിച്ചുകൊണ്ടിരിക്കും. ജോഷുവ വാ തുറക്കുന്നത് ബൈബിൾ വചനം പറയാൻ മാത്രമാണ്. അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇംഗ്ലീഷിലാണ്. അത് 1 വേർഡ് ഓർ 2 വേർഡ്. അങ്ങനെ ജോഷുവയിലെ വചനം നിറഞ്ഞതനുസരിച്ച് ജോഷുവയുടെ ഹൈപ്പർ ആക്ടിവിറ്റി താഴുകയും ജോഷുവയെ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും നോർമൽ സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജോഷുവ ഒരു ദിവസം ജോഷുവ സ്കൂളിലായിരിക്കുമ്പോഴും ഞാൻ അവൻ്റെ സപ്പോർട്ട് വർക്കറെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജോഷുവ കൈ കൊണ്ട് അല്പം ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നു. എനിക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയേച്ച് ഇങ്ങനെ പറഞ്ഞു, ഫിലിപ്പിയർ 4:6, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. പെട്ടെന്ന് സപ്പോർട്ട് വർക്കർ വന്നു. അവൻ പോവുകയും ചെയ്തു. വേറൊരു അവസരത്തിൽ ജോഷുവ റെസിഡൻഷ്യൽ ട്രിപ്പിന് പോയിരുന്നു. ആദ്യമായിട്ട് കുഞ്ഞ് മാറി നിന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൊണ്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ജോഷുവ ഹൗ വാസ് യുവർ ട്രിപ്പ്? അവൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഹോസിയ 14:8, നിനക്ക് ഉത്തരം നൽകുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈശോ വചനത്തിന്റെ കവാടം അവന് തുറന്നു കൊടുക്കുകയായിരുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. ഞങ്ങൾ ഈ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട നാട്യപ്പറമ്പിൽ അച്ഛനോടാണ്. അച്ഛൻ അന്ന് UK ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഈശോ നമുക്കായി തരുന്ന സന്ദേശങ്ങളാണ്. പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും ഏതാവശ്യങ്ങളിലും ജോഷുവ വചനത്തിലൂടെ ഞങ്ങൾക്ക് മറുപടി തന്നിരുന്നു. അങ്ങനെ വചനം നിറഞ്ഞതനുസരിച്ച് ജോഷുവ വീണ്ടും വീണ്ടും ശാന്തനായി മാറുകയും ജോഷുവ കോളേജിൽ 3 വർഷം പഠിക്കുകയും now he is a full-time evangelist. Praise the Lord, praise the Lord. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ഈ മകനെയും ആരാണ് ഇതുപോലെ രൂപാന്തരപ്പെടുത്തിയത്? ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. യേശയ്യ 54:13 പറയുന്നു, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ജ്ഞാനം 10:23, ജ്ഞാനം മൂകരുടെ വാക്കുകൾക്കുകയും ശിശുക്കളുടെ നാവുകൾക്ക് സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്യും. യോഹന്നാൻ 7:15, അവർ വിസ്മയത്തോടെ ചോദിച്ചു, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഈ അറിവ് എവിടെ നിന്ന്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും സഹനം ഉറപ്പാണ്. ഈ സഹനത്തെ എങ്ങനെയാണ് നമ്മൾ രക്ഷാകരമാക്കുന്നത്? ഈ സഹനത്തെ ത്യാഗമാക്കി മാറ്റുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത്. നാം എന്തുമാത്രം സഹിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ സഹിച്ചു എന്നുള്ളതാണ് പരമപ്രധാനം. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 10:38 പറയുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഈ ക്രൂശിതൻ നോക്കിക്കൊണ്ടാണ് നാം എല്ലാം യാത്ര ചെയ്യുന്നത്. ഈ ക്രൂശിതൻ നമുക്ക് മഹത്തായ മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. ഹെബ്രായർ 12:2 പറയുന്നു, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു ദൈവിക സിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തു. ഹെബ്രായർ 5:8 പറയുന്നു, പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞു, സഹനം ഒരു അക്ഷയനിധിയാണ്. ഇത് തന്നെയാണ് മത്തായി 13:44 നാം വായിക്കുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ, ഒരു സഹനത്തിൽ കൂടെ എന്തിനാണ് ഈശോ നമ്മെ കടത്തിവിടുന്നത്? ജെറമ്യാ 9:7 പറയുന്നു, ഞാൻ അവരെ ചൂളയിൽ ശുദ്ധീകരിക്കും, എന്റെ ജനത്തോട് മറ്റെന്താണ് ഞാൻ ചെയ്യുക? യെശയ്യാ 1:25, ചൂളയിൽ എന്ന പോലെ ഞാൻ അവരെ ശോധന ചെയ്തു, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളഞ്ഞു. സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, കോപത്തിന്റെ, വെറുപ്പിന്റെ, എടുത്തുചാട്ടത്തിന്റെ ഈ വിലകെട്ട ലോഹം, പിതാവിനാൽ നടാത്ത ഈ ചെടികൾ സഹനത്തിലൂടെ പിഴുതു മാറ്റപ്പെടുന്നു. പ്രഭാഷകൻ 33:12 പറയുന്നു, അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. ആരാണ് ഈ വേറെ ചിലർ? ഇവരാണ് സഹനത്തിൽ കൂടെ കടന്നു പോകുന്നവർ. ഇങ്ങനെ സഹനത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷപ്രദമായി തോന്നുകയില്ലായിരിക്കാം. പക്ഷേ ഹെബ്രായർ 12:11 പറയുന്നു, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നാം, പക്ഷേ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം പുറപ്പെടുവിക്കും. ഹെബ്രായർ 12:10 ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലിഹായിലൂടെ എഴുതി വെപ്പിച്ചു. 1 തെസ്സലോനിക്ക 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത്. നാം ആരും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് അധികം പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. 1 തിമോത്തി 2:4 പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണ്, മറിച്ച് നമ്മുടെ സുഖമല്ല. അങ്ങനെ നാം വിശുദ്ധീകരണത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമ 6:22 പറയുന്നു, നാം പാപത്തിൽ നിന്ന് മോചിതരായി ക്രിസ്തുവിന് അടിമകളായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. അങ്ങനെ പാപത്തിൽ നിന്ന് നാം മാറി നിൽക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരാകണം. അതുകൊണ്ടാണ് ഹെബ്രായർ 5:8 നാം കേട്ടത്, പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. 9-ാം വാക്യം പറയുന്നു, അങ്ങനെ അവൻ പരിപൂർണരാക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സഹനത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി വിശുദ്ധീകരണത്തിലൂടെ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കെട്ടുറപ്പിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 4:12 പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിനൊരു പരിശോധനയുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് ആമേൻ പറയാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിലെ വിശ്വാസത്തിനൊരു പരിശോധന വരുമ്പോൾ, അതുകൊണ്ടാണ് പ്രഭാഷകൻ 4:17 പറയുന്നു, ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും, തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും,
തന്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ. കണ്ടോ, നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ തന്റെ ശിക്ഷണത്താൽ അവൻ നമ്മെ പീഡിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നേർവഴി കാട്ടി ആനന്ദിപ്പിക്കും. 1 പത്രോസ് 1:7 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. യാക്കോബ് 1:3 പറയുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നു. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ എല്ലാം തികഞ്ഞവരും പൂർണ്ണരും ഒന്നിനും കുറവില്ലാത്തവരായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, വിശ്വാസത്താൽ സഹനം ഒഴിവാക്കപ്പെടുകയല്ല, വിശ്വാസത്താൽ സഹിക്കാനുള്ള ശക്തി ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിശ്വാസത്തിൽ കെട്ടുറപ്പിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളാക്കിയാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ലേഡിംഗ് സെമിനാരിൽ പോകാനും അവർ വർത്താനം പറയാനും ഈ സ്വഭാവം നന്നാകാനും ഒക്കെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. പക്ഷെ ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷികളാക്കിയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:1 പറഞ്ഞു, ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. 2 പത്രോസ് 1:14 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും അവന്റെ പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, അവന്റെ ശക്തി പ്രഭാവത്തിന്റെ സാക്ഷികളായതുകൊണ്ടാണ്. ഇവനെന്റെ പ്രിയപുത്രൻ എന്ന പിതാവായ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചപ്പോൾ ഞങ്ങൾ അവനോടൊപ്പം ആ വിശുദ്ധ മലയിലുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടതാണ്, ഞങ്ങളത് കേട്ടതാണ്. ഇന്ന് 2 മക്കളെയും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കയ്യിൽ വള്ളിയും കെട്ടി വായിക്കട വെള്ളം ഒലിപ്പിച്ച് പെല എന്ന് നടന്ന സ്വർഗത്തിൽ 2 മക്കളെ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ മാറ്റിയെന്ന് പറയാനാണ്. റോമൻ 4:18 പറയുന്നു, താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാതെ ഇരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമാണെന്ന് അറിഞ്ഞിട്ടും സാറായുടെ ഉദരം മന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. കാരണം വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ നായ്ക്കിൻപുറത്ത് വെച്ച് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, തകർച്ചകളെ പ്രതി സ്തുതിക്കുക, സ്തുതിച്ച് സ്തുതിച്ച് ദൈവസ്വരത്തിന് കാതോർക്കുക. നമ്മുടെ വിഷമത്തില്, സഹനത്തില്, സങ്കടത്തില് ആദ്യം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഞങ്ങൾ 10 വർഷം വീടിനകത്തിരുന്നു. 2 മക്കളുടെ സ്വഭാവ വൈകൃതം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ. പക്ഷേ ആ ഇരുന്ന 10 കൊല്ലം ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല, ഞങ്ങൾ സങ്കടപ്പെട്ടില്ല. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഏക മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞും കൈവിരിച്ചും മുട്ടുമുട്ടിയും രാവ് പകലാക്കിയും പകല് രാത്രിയാക്കിയും കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥനയിലിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഒന്നിച്ചു നിന്നാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഇവരുടെ സ്വഭാവ വൈകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മക്കളെ ഏത് നേരവും മോളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക്, ഒരാൾ ഗ്യാസ് കത്തിക്കും, ഒരാൾ ടോയ്ലറ്റിലെല്ലാം ലിക്വിഡൊക്കെ ഒഴിച്ചിടും. അങ്ങനെയുള്ള ഈ സമയത്തും എൻ്റെ ഭർത്താവിൻ്റെ ആത്മസംയമനവും എൻ്റെ ഭർത്താവിൻ്റെ സഹായവും വളരെ ഞാൻ പറയേണ്ടതുണ്ട്. കാരണം വളരെ മണിക്കൂറുകൾ 5, 8, 10, 15 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ഇരുന്ന സമയമുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യനാഥന്റെ ഈശോയുടെ അടുത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ദിവ്യകാരുണ്യനാഥൻ ഇവിടെ വന്നത് ഉണ്ണീശോയുടെ മുഖമല്ല, ഉത്ഥിതന്റെ മുഖവുമല്ല, ക്രൂശിതന്റെ മുഖമാണ്. ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, ആരെനിക്ക് വേണ്ടി പോകും? ആരെനിക്ക് വേണ്ടി പോകും? ഈശോ ചോദിക്കുന്നു, ആരുടെ സാക്ഷികളായി പോകും ഈശോയ്ക്ക് വേണ്ടി? ഈശോ ഓരോ ദിവസവും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ ഞാനെന്ന് മറുപടി പറയാൻ നമുക്ക് പറ്റിയാൽ,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടു മക്കളെയും UK-യിൽ 20-25 കൊല്ലം മുൻപ് വളരെ എളുപ്പത്തിൽ വരെ കെയർ ഹോമിൽ നിർത്താമായിരുന്നു. ഗവൺമെന്റ് ഞങ്ങളെ എല്ലാ സമയവും പുഷ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ എന്തിനു സഹിക്കണം? ഈ രണ്ട് മക്കളെ കൊണ്ട് കെയർ ഹോമിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് സുഖമായി ജീവിച്ചുകൂടെയോ? നോ നോ നോ. ഞങ്ങൾ ഈ സഹനത്തോട് ആമേൻ പറഞ്ഞു. ആ ആമേൻ പറഞ്ഞപ്പോൾ സ്വർഗം ഇത് പ്രവർത്തിച്ചു. ഈ 10 വർഷം വീടിനകത്തിരുന്ന് ഞങ്ങളെ കർത്താവിന്റെ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ പുറത്തെടുത്തുകൊണ്ട് ഇന്ന് 5 വൻകര ഉൾപ്പെടെ 25 രാജ്യത്ത് നിരവധി പ്രാവശ്യം പോയി ക്രിസ്തുവിന് സാക്ഷ്യപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ മക്കളൊരു സെറ്റിലായപ്പോൾ എനിക്ക് വളരെയധികം രോഗങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. കണ്ണിന് ഐറൈറ്റിസ്, കാലിന് പ്ലാന്റർ ഫാസ്റ്റൈറ്റിസ്, വയറിന് അൾസർ, ഹാർട്ടിന് പാൽപിറ്റേഷൻ, ലങ്സിന്, എൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കൂടെ. എന്തിനാണെന്നറിയാമോ? ഈശോ ഈ വചനത്തിന്റെ ശക്തി എന്നെയും അനുഭവിക്കുകയായിരുന്നു. ആ വചനം, ഈ മക്കളെ രൂപാന്തരപ്പെടുത്തിയ അതേ വചനം എന്നെയും വീണ്ടും വീണ്ടും പൂർണ്ണമായ ആരോഗ്യം നൽകി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നടത്തുന്നു. 2 കൊറിന്തോസ് 4:8 പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, ഞങ്ങൾ വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കാരണം 2 കൊറിന്തോസ് 5:7 ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ സഹനത്തില് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യോഹന്നാൻ 8:32 പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ഇതെന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇതെന്റെ ദൈവം അറിയാതെയല്ല, ഇതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്, ഇത് ദൈവത്തിന്റെ തിരുമനസ്സാണ്. അതുകൊണ്ടാണ് ഹെബ്രായർ 10:36 പറയുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹന ശക്തി ആവശ്യമായിരിക്കും. എന്താണ് ഈ വാഗ്ദാനം? അപ്പോസ്തല പ്രവർത്തനം 1:4 നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സഹനമല്ല നമ്മുടെ വിഷയം, നമുക്ക് സഹിക്കാനുള്ള ശക്തിയില്ല. നമ്മൾ എളുപ്പത്തിൽ വീണ് പോകുന്നു, എളുപ്പത്തിൽ നിരാശയിലേക്ക് പോകുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ അപ്പോസ്തല പ്രവർത്തനം 1:8 പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്ക 1:35 പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 24:49 ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 9:1 അവൻ 12 പേരെയും വിളിച്ച് ശക്തിയും അധികാരവും കൊടുത്തു. ലൂക്ക 4:19 യേശു ആത്മാവിന്റെ ശക്തിയാൽ ഗലീലിയയിൽ നിന്നും മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മാവ് കൊണ്ടാണ് നാം നിറയേണ്ടത്. ഈ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിനെ കൃപയെന്ന് പറയും. റോമ 7:19 പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കൊന്നും നേടുക സാധ്യമല്ല. പക്ഷേ ഈ കൃപ കൊണ്ട് നിറഞ്ഞ് പൗലോസ്ലീഹ വീണ്ടും പറഞ്ഞു, 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവ കൃപയാലാണ്. ഞാൻ വളരെയധികം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, ദൈവ കൃപയാണ് അധ്വാനിച്ചത്. അനുഗ്രഹം അനാദികാലം മുതലുണ്ടായിരുന്നു, പക്ഷേ കൃപ, അതാ യോഹന്നാൻ 1:17 നിയമം മോശ വഴിയുണ്ടായി, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. ഈ അനുഗ്രഹം സിമിത്തേരി വരെ പോകത്തുള്ളൂ. ആ കൃപ നമ്മുടെ നിത്യതയിലേക്ക് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ സഹനത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു മനംമടുപ്പ് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നാം. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും പള്ളിയിൽ പോയി ധ്യാനം കൂടി, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇതൊക്കെ ചെയ്തു, എന്നിട്ടും എന്തിയെ ഇരിക്കുന്ന ഒരു ചോദ്യം ഇത് ഇസ്രായേൽ ജനത്തിനുണ്ടായി. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മടുത്തപ്പോൾ അവർ പറയുന്നുണ്ട്, നമുക്ക് ജനക്കൂട്ടത്തിൽ നിന്നൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങാം. സംഖ്യ 14:4. അപ്പോൾ മോശയും അഹറോനും പറയുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യ 14:9 നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് എന്ന് പറഞ്ഞാൽ, കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചതെങ്കിൽ അതിനാവശ്യമായ എല്ലാ കരുത്തും കർത്താവ് തന്നെ നമുക്ക് തരും. 1 കൊരിന്ത്യർ 10:13 പറയുന്നു,
മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ എല്ലാം ഈശോയോട് ചേർന്ന് നിൽക്കുക. അവിടുത്തെ വചനം സത്യമാണ്. അവിടുത്തെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ ഈശോ നമ്മുടെ ജീവിതത്തിന്റെ പാതകളിൽ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഇന്നിവിടെയായിരിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈശോയെ, അവിടുന്ന് ആയിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ തന്ന ദൈവം നമുക്ക് അവരോടൊപ്പം സമസ്തവും നൽകുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. അമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ യോസേപ്പിതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. തോമസ് ഒരു 3 ഹല്ലേലൂയ പറയൂ. ജോഷുവ നമുക്ക് എല്ലാവർക്കും വേണ്ടി 5 വചനം പറയും. നിങ്ങൾക്ക് എഴുതി വെക്കാം. ലൂക്കാ അധ്യായം 7 വാക്യം 50. അപ്പോസ്തലൻ അധ്യായം 6 വാക്യം 4. സങ്കീർത്തനങ്ങൾ അധ്യായം 125 വാക്യം 1. സഭാപ്രസംഗൻ അധ്യായം 11 വാക്യം 5. ഏഷ്യ അധ്യായം 55 വാക്യം 6. വലിയ ഒരു സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഈ കുടുംബത്തെ, മക്കളെ പ്രത്യേകം ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്